മക്കളെ, ലിബാൻ സാറാണ്. നാളെ നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാം ആണ് അല്ലെ? നാളത്തെ +2 ക്രിസ്മസ് എക്സാമിൽ അക്കൗണ്ടൻസി ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏതെല്ലാം ക്വസ്റ്റ്യൻസ് ഉണ്ടാകുമോ അതാണ് ഞാൻ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്ന് നോക്കണ്ട, നേരെ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ആദ്യം തന്നെ എസ്എ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എസ്എ ക്വസ്റ്റ്യൻസിൽ നമുക്ക് ചോദിക്കുന്നത് ഒന്നാമത്തെ നോക്കാം. അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ, റീകോൺസ്റ്റിറ്റ്യൂഷൻ അഡ്മിഷൻ എന്നുള്ള രണ്ടാമത്തെ ചാപ്റ്ററിൽ നിന്നും നിങ്ങളുടെ ക്യാപിറ്റൽ അക്കൗണ്ട്, റീവാലുവേഷൻ അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, ഇത് മൂന്നുമുള്ള 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വരുന്ന എസ്എ ക്വസ്റ്റ്യനിലെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഈ പറയപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. രണ്ടാമത്തത് ഗുഡ്വിൽ ട്രീറ്റ്മെന്റ്. ഗുഡ്വിൽ ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ എന്താ? അതിന്റെ ജേർണൽ എൻട്രീസിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഈ എൻട്രീസ് ഒന്നെങ്കിൽ അഡ്മിഷനുമായി റിലേറ്റ് ചെയ്ത് വരാം, അല്ലെങ്കിൽ റിട്ടയർമെന്റ് ആയി റിലേറ്റ് ചെയ്ത് വരാം. മോസ്റ്റ് പ്രോബബ്ലി നിങ്ങൾക്ക് അഡ്മിഷനുമായി റിലേറ്റ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക എക്സാം വരുന്നത്. സം ടൈംസ് റിട്ടയർമെന്റുമായി റിലേറ്റ് ചെയ്തിട്ടും എക്സാമിന് വരും. അപ്പൊ രണ്ടും പഠിച്ചു നോക്കുക, രണ്ടും ഏകദേശം ഒരേപോലെ തന്നെയാണ് അതിന്റെ ജേർണൽ എൻട്രീസ് ഉള്ളത്. നെക്സ്റ്റ് ജേർണൽ എൻട്രി ഓൺ റിട്ടയർമെന്റുമായി റിലേറ്റ് ചെയ്ത് ജേർണൽ എൻട്രി, അതൊരു പക്ഷേ റിട്ടയർമെന്റ് ആകാം അല്ലെങ്കിൽ അഡ്മിഷൻ ആകാം. എന്തൊക്കെയായിരിക്കും എന്ന് അറിയോ? നിങ്ങൾക്കറിയാം, റീവാലുവേഷന്റെ ജേർണൽ എൻട്രി ഉണ്ടാകും. അതുപോലെ തന്നെ റീവാലുവേഷന് ഗുഡ്വിൽ നമ്മൾ ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അഡ്ജസ്റ്റ്മെന്റ് ഓഫ് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്സ് ഓർ ലോസ്. സോ ഇത് രണ്ടും റിട്ടയർമെന്റോ അഡ്മിഷനോ, ജനറലി റിട്ടയർമെന്റുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു ജേർണൽ എൻട്രി ചോദിക്കുക. ചിലപ്പോൾ അഡ്മിഷനുമായി ബന്ധപ്പെട്ടും ചോദിക്കും. രണ്ടാണെങ്കിലും ജേർണൽ എൻട്രി സെയിം തന്നെയാണ്, ഒരു മാറ്റവും ഇല്ല. ആകെ ഡിഫറൻസ് ഉണ്ടാവുക ഓൾഡ് പാർട്ണർ, ന്യൂ പാർട്ണർ എന്നുള്ള ആ ഒരു വ്യത്യാസം മാത്രമാണ്. അത് നിങ്ങൾക്ക് അറിയെങ്കിൽ അതിലും യാതൊരു സംശയം ഉണ്ടാവില്ല. നെക്സ്റ്റ് റിട്ടയർമെന്റുമായി ബന്ധപ്പെട്ട ലോൺ അക്കൗണ്ടിന്റെ ക്വസ്റ്റ്യനും റിട്ടയറിംഗ് പാർട്ണർ അല്ലെങ്കിൽ ഡിസീസ്ഡ് പാർട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പറേഷൻ, ഇത് രണ്ടും എന്താണ്? റിട്ടയർമെന്റുമായി ബന്ധപ്പെട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? സോ എസ്എ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയി മനസ്സിലായില്ലേ? ഇനി തിയറിറ്റിക്കലി നിങ്ങളുടെ മൊത്തം എക്സാം പേപ്പറിന്റെ ഒരു 40 to 45 ഇത്രയും ശതമാനം തിയറി ക്വസ്റ്റ്യൻസ് മാത്രം ചോദിക്കും. തിയറി മാത്രം പഠിച്ച് നിങ്ങളെ മൊത്തം തിയറി നിങ്ങൾക്ക് അറിയെങ്കിൽ ഇത്രയും ശതമാനം മാർക്ക് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും. ഒന്ന്, എന്താണ് ഗുഡ്വിൽ, അതിന്റെ ഫാക്ടേഴ്സ്, അതിന്റെ നീഡ്. ഗുഡ്വിൽ എന്താണെന്നുള്ളതും ഗുഡ്വില്ലിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സും നീഡ് ഫോർ കാൽക്കുലേഷൻ, എപ്പോഴെല്ലാമാണ് ഗുഡ്വിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് ഫസ്റ്റ് വൺ. ഡീഡ് കണ്ടന്റ്സ് പ്രൊവിഷൻ, പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്താണ്? പാർട്ട്ണർഷിപ്പ് ഡീഡിലെ കണ്ടന്റുകൾ എന്താണ്? പാർട്ട്ണർഷിപ്പ് ഡീഡ് ഇല്ലെങ്കിൽ അതിന്റെ പ്രൊവിഷൻസ്. ഫോർ എക്സാമ്പിൾ നമുക്കറിയാം, പാർട്ട്ണർഷിപ്പ് ഡീഡ് ഇല്ലെങ്കിൽ പാർട്ട്നേഴ്സ് നമ്മളെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എത്രയായിരിക്കും? ആരൊക്കെ തമ്മിലാണ് ആർക്കൊക്കെയാണ് സാലറി കൊടുക്കേണ്ടത്? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എത്ര കൊടുക്കാം? ഇൻട്രസ്റ്റ് ഓൺ ലോൺ എത്ര കൊടുക്കണം? തുടങ്ങിയ കാര്യങ്ങളാണ് എന്ത് ചെയ്യാം ഈ ഒരു പ്രൊവിഷൻസിൽ ഡിസ്കസ് ചെയ്യുന്നത്. അഡ്ജസ്റ്റ്മെന്റ് ഓഫ് അഡ്മിഷൻ ആൻഡ് റിട്ടയർമെന്റ്, ഒരു പാർട്ണർ പുതുതായിട്ട് അഡ്മിറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ റിട്ടയർ ചെയ്യുമ്പോൾ എന്തെല്ലാം അഡ്ജസ്റ്റ്മെന്റ്സ് വേണം? ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ കാണണം, അതുപോലെ ന്യൂ പ്രോഫിറ്റ് റേഷ്യോ കാണണം, സാക്രിഫൈസിംഗ് റേഷ്യോ അല്ലെങ്കിൽ ഗെയിനിങ് റേഷ്യോ കാണണം, ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്യണം, അതിന്റെ ട്രീറ്റ്മെന്റ് ഉണ്ടാകും. രണ്ട് കാര്യങ്ങൾ, അഡ്ജസ്റ്റ്മെന്റ് ഓഫ് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ലോസ്. സോ ഇങ്ങനെ കുറെ കാര്യങ്ങൾ എന്ത് ചെയ്യാണ്ട് അഡ്മിഷൻ സമയത്തും റിട്ടയർമെന്റ് സമയത്തും ചെയ്യണം. സോ അതിലുള്ള ഒരു 4-5 കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു വെക്കാം. ഈവൻ തിയറിറ്റിക്കലി 5 മാർക്കിന് വരെ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. സംടൈംസ് 5 മാർക്കിന് വരെ ഇതേ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞത് മുന്നത്തെ വർഷം ഫൈനൽ എക്സാമിന് ചോദിച്ച ഒരു ചോദ്യമാണ്. ഡിഫറൻസ് ബിറ്റ്വീൻ ഫിക്സഡ് ആൻഡ് ഫ്ലക്ച്വേറ്റിംഗ് മെത്തേഡ് ഓഫ് പ്രിപ്പയറിംഗ് ക്യാപിറ്റൽ അക്കൗണ്ട്. ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ 2 മെത്തേഡ് ഉണ്ട്, ഫിക്സഡും ഫ്ലക്ച്വേറ്റിംഗ്. അതിന്റെ വ്യത്യാസം എന്ത് ചെയ്യും? എക്സാമിന് ചോദിക്കും. പാർട്ട്ണർഷിപ്പ് എന്താണ്, അതിന്റെ ഫീച്ചേഴ്സ് എന്താണെന്നുള്ളത്, ഇതൊക്കെ അഥവാ ഈ പറയപ്പെട്ട ഐറ്റംസ് ഒക്കെയാണ് കൂടുതലും 1 മാർക്ക് ക്വസ്റ്റ്യൻസ് വരിക. ഫോർ എക്സാമ്പിൾ, പാർട്ട്ണർഷിപ്പിന്റെ ഫീച്ചേഴ്സ്. അപ്പം മിനിമം എത്ര പാർട്ട്നേഴ്സ് വേണം? മിനിമം 2 ആണ്. മാക്സിമം എത്രയാണ്? 50 ആണ്. സോ അങ്ങനെ എന്ത് ചെയ്യും? ഈ ഫീച്ചേഴ്സുമായി റിലേറ്റ് ചെയ്തിട്ട് 1 മാർക്കോ 2 മാർക്കോ ഈവൻ 3 മാർക്സിന് വരെ ഫീച്ചേഴ്സ് എന്ത് ചെയ്യും? എക്സാമിന് ചോദിക്കും. അതർ ക്വസ്റ്റ്യൻസ് ഇനിയും നിങ്ങൾക്ക് എന്തുണ്ട്? 4 മാർക്ക്, 3 മാർക്ക്, 2 മാർക്കിനൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കല്ലോ. സോ അതിലൊന്ന് കാൽക്കുലേഷൻ, ഗുഡ്വില്ലിന്റെ കാൽക്കുലേഷനിലെ ക്യാപിറ്റലൈസേഷൻ മെത്തേഡ് എന്ത് ചെയ്യും? മോസ്റ്റ് പ്രോബബ്ലി ചോദിക്കും. ദെൻ മോഡ്സ് ഓഫ് റീകോൺസ്റ്റിറ്റ്യൂഷന്റെ മോഡ്സ്, ഏതെല്ലാം സാഹചര്യങ്ങളാണ് നമ്മുടെ പാർട്ട്ണർഷിപ്പ് റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്യും? ചോദിക്കും. അതൊക്കെ എന്ത് ചെയ്യും? 1 മാർക്ക് അടക്കം ചോദിക്കും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ 4 മോഡ്സ് തരും, അതിൽ ഒന്ന് എന്തായിരിക്കും? റീകോൺസ്റ്റിറ്റ്യൂഷൻ മോഡ്സ് ആയിരിക്കില്ല. സോ അങ്ങനെ 1 മാർക്ക് എന്ത് ചെയ്യും? ഇതിൽ ഏതാണ് ഓഡ് 1 എന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി ക്വസ്റ്റ്യൻ ചോദിക്കും. ന്യൂ റേഷ്യോ കാൽക്കുലേഷൻ, നമ്മൾ നേരത്തെ പറഞ്ഞ ന്യൂ റേഷ്യോ അല്ലെങ്കിൽ സാക്രിഫൈസിംഗ് റേഷ്യോ അല്ലെങ്കിൽ ഗെയിനിങ് റേഷ്യോ, ഇതിൽ 3 എണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് എന്ത് ചെയ്യും? എക്സാം ചോദിക്കും. ഈവൻ 2 എണ്ണം വരെ എന്ത് ചെയ്യും? എക്സാമിന് ഇത് ചോദിക്കും. അഥവാ ഒരു 3 to 4 മാർക്സ് വരെ ഇതിന് വെയിറ്റേജ് വരുന്നുണ്ട്. അഡ്ജസ്റ്റ്മെന്റ് ഓഫ് റിസർവ്സ് ആൻഡ് ലോസ്, അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്സ് ആൻഡ് ലോസ്, നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് അഡ്മിഷനോ റിട്ടയർമെന്റുമായി റിലേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും? എക്സാമിന് ചോദിക്കും. ഡിസ്പോസൽ ഓഫ് എമൗണ്ട് ഡ്യൂ ടു റിട്ടയറിംഗ് പാർട്ണർ, എക്സ് എന്നുള്ള പാർട്ണർ
റിട്ടയർ ചെയ്യാണ്. സോ ഇയാൾ റിട്ടയർ ചെയ്യുമ്പോൾ ഇയാൾക്ക് എത്ര കൊടുക്കാനുണ്ട്? 15,000 കൊടുക്കാനുണ്ട്. ഈ 15,000 3,000 നമ്മൾ എന്ത് ചെയ്തു? ക്യാഷ് ആയിട്ട് കൊടുത്തു. ബാക്കി 12,000 എന്ത് ചെയ്തു? നമ്മൾ ലോൺ അക്കൗണ്ടിലേക്ക് എന്ത് ചെയ്തു? ട്രാൻസ്ഫർ ചെയ്തു. അങ്ങനെയാണെങ്കിൽ എങ്ങനെയായിരിക്കും ഇയാൾക്ക് കൊടുക്കുന്ന ഡിസ്പോസലിന്റെ ജേർണൽ എൻട്രീസ് എന്ത് ചെയ്യും? എക്സാമിന് ചോദിക്കാറുണ്ട്. സെറ്റ് അല്ലേ? ലാസ്റ്റ് ആൻഡ് ലീസ്റ്റ് ഞാൻ ഇത് പ്രത്യേകം ഇവിടെ എഴുതാതെ നോട്ട് ചെയ്ത് പറയാണ്. എന്താണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിന്റെ പ്രിപ്പറേഷൻ 4 മാർക്കിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എഴുതി വെച്ചോ, 4 മാർക്സിന്റെ ക്വസ്റ്റ്യൻ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആൻഡ് ഡ്രോയിങ്സിന്റെ അല്ലെങ്കിൽ ക്യാപിറ്റലിന്റെയോ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് 3 മാർക്കിന് ചോദിക്കും. ഇത് രണ്ടും എഴുതി വെച്ചോ, ലിബാൻ സാർ പറയുന്ന വാക്കാണ്. അപ്പം ഇതാണ് നിങ്ങളുടെ നാളത്തെ എക്സാം പേപ്പറിൽ കാണേണ്ട കാര്യങ്ങൾ. സോ ഇതെങ്ങനെ കാണും, എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നുള്ളത് പേടിക്കുന്ന. ഇന്ന് രാത്രി കൃത്യം 7 മണിക്ക് ലിബാൻ സാർ ലൈവ് ഉണ്ട്. കാറ്റലിസ്റ്റ് നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനെയും കൂട്ടി വരാം. അപ്പൊ മക്കളെ 7 മണിക്ക് നമുക്ക് അടിച്ചു പൊളിക്കാം. ഡീലാണ്.